ഒരു കാലത്ത് PTA ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയ സമയത്ത് ഈ രാമൻകുട്ടിയാണ് ഇതെല്ലാം ശരിയാക്കി ഭംഗിയാക്കി മുന്നോട്ട് നടത്തിയത്. 5-6 വർഷം അദ്ദേഹം PTA പ്രസിഡന്റായി. വളരെ സൗമ്യനായ രാമൻകുട്ടി PTA-യുമായിട്ടുള്ള ഒരു ലിങ്ക് ഭംഗിയാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഇവിടുത്തെ PTA തെരഞ്ഞെടുപ്പോ PTA-ക്കാരുമായി ബന്ധങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ നടക്കുകയാണ്. ചുറ്റുവട്ടത്തുമുള്ള പല വിദ്യാലയങ്ങളിലും PTA തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. നമുക്കത് പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ CPM ആവട്ടെ, BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഇവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇവരെല്ലാവരും ഉണ്ട്. ഒരു ടീം മാത്രം പോരാ എന്ന നിർബന്ധം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. ഇതാണ് എനിക്ക് പ്രവർത്തിക്കാൻ കരുത്തേകിയ മറ്റൊരു ഘടകം. ഇനി ഇവരൊക്കെ ഉണ്ടെങ്കിലും കൂടെയുള്ളവർ മോശമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ലല്ലോ, അല്ലേ? കൂടെയുള്ള ആളുകൾ മോശമായി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഒരു പടനായകൻ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ പടനായകൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പടനായകനേക്കാൾ വലിയ റോള് വഹിക്കുന്നത് ഒപ്പമുള്ള ആളുകളാണ്. ഞാൻ ഹൈസ്കൂളിൽ 5 വർഷം പഠിപ്പിച്ചു. അതിനുശേഷം ഹയർ സെക്കൻഡറി 98 മുതൽക്ക് പഠിപ്പിച്ചു. എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ കൂടെ വന്ന ആളുകളൊക്കെ എന്റെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ്. തല തിരിഞ്ഞു പോയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവർ എന്റെ കൂടെ ഇത്ര കാലം നിന്നു. എനിക്ക് ഈ ക്രെഡിറ്റ് ഒക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ ക്രെഡിറ്റിന്റെ അവകാശി ഞാനല്ല. സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെയൊക്കെ പുറകിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ക്രെഡിറ്റ് എന്റെ ടീമിനാണ്. അവരുണ്ടായിട്ട് മാത്രമാണ് ഞാൻ ഉണ്ടാകുന്നത്. അവരില്ലാതെ ഞാനില്ല. അതുകൊണ്ട് അവരുടെ സേവനത്തിന് ആരായാലും, അധ്യാപകർ അനധ്യാപകർ ആരുമാവട്ടെ, അത്രമാത്രം സപ്പോർട്ടാണ് അവർ തന്നത് എന്നുള്ളതിൽ എനിക്ക് മറക്കാൻ കഴിയില്ല. ഇവിടെ അവസാനത്തെ വർഷം എനിക്ക് ക്ലാസ് എടുക്കേണ്ടി വന്നിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. എന്റെ സുഹൃത്തുക്കളായിട്ട് മേധാധ്യാപകർ സാറ് വിശ്രമിച്ചോളൂ, ഒന്നും ക്ലാസ് എടുക്കണ്ട, ഞങ്ങൾ എടുത്തോളാം എന്ന് കൂടി പറഞ്ഞ് അങ്ങനെ ഓരോ സ്റ്റെപ്പിലും എനിക്കൊപ്പം എന്റെ മുന്നേ പോയി, ഞാൻ പുറകെയും പോയി എന്നുള്ളതാണ് ഈ സ്ഥാപന ഹയർ സെക്കൻഡറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തോന്നുന്ന കാര്യം. സ്റ്റാഫിന് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നാട്ടുകാരാണ്. ഞാൻ കാറൽമണ്ണക്കാരനാണ്. കാറൽമണ്ണയിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, തീരെ പരിചയമില്ലാത്തൊരു വിദ്യാലയത്തിലേക്കാണ് 92 കാലത്ത് ഞങ്ങൾ എത്തിയത് ടീച്ചിങ് പ്രാക്ടീസിന്. അതിനുശേഷം 93 വന്ന് മുതൽക്ക് എന്തോ ഇവിടുത്തെ നാട്ടുകാർ എന്നെ സദയം സ്വീകരിച്ചു, അവരിൽ ഒരാളാക്കി മാറ്റി. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആര് കയറി വരുമ്പോഴും അവരെന്നെ അനുഭാവപൂർവ്വം പരിഗണിച്ചു. ചെറുപ്പക്കാരനല്ലേ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം. അന്ന് അങ്ങനെ ഒരു കൺസെഷൻ അവർ ഞങ്ങൾക്ക് തന്നു, എനിക്ക് തന്നു. അതിലും നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ഭേദങ്ങളില്ല. ആരാവട്ടെ അവരെല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ആ ഘട്ടങ്ങളിലൊക്കെ കൂടെ നിന്ന് എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നത് ഈ ചുറ്റുപാടുള്ള നാട്ടുകാരാണ്. ഈ നാട്ടുകാരിൽ പലരും ഇവിടെ വന്നിട്ടുണ്ട്, അവർ സ്നേഹം അറിയിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെയുള്ള കടപ്പാട് എനിക്ക് തീർക്കാൻ കഴിയുന്നതല്ല. ഇവരെല്ലാം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്ഥിതിയിൽ നിൽക്കുന്നത്. ഇനി അധ്യാപകൻ ഉണ്ടാകുന്നത് കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ്. കുട്ടികളില്ലെങ്കിൽ അധ്യാപകനില്ലല്ലോ. കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി പോകുന്ന ഓരോ കുട്ടിയും സ്നേഹത്തോടെ ഓർക്കുന്നതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ സഫലത. നമ്മൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പറയാറുണ്ട്, പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൽ എന്റെ ആ പൂജയെല്ലാം വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ. എന്തൊക്കെയോ ഒരുപാട് ചെയ്യാൻ ശ്രമിച്ചു, എല്ലാം സഫലമായി പൂർണ്ണമായി എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒന്നും വെറുതെ ആയിട്ടില്ല എന്ന് ഇന്നും എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതാണ്. എനിക്ക് ഒരു അവാർഡും കിട്ടിയിട്ടില്ല കേട്ടോ. അധ്യാപക അവാർഡോ മറ്റൊരു അവാർഡും എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടാൻ സാധ്യതയുമില്ല. പക്ഷേ ഈ കുട്ടികളുടെ സ്നേഹം തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ പരിഗണിക്കുന്നത്. അവരെല്ലാവരും പല ഇടങ്ങളിൽ നിന്നായി, പല ദേശങ്ങളിൽ നിന്നായി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും കടപ്പാടും എത്രയാണെന്ന് പറയാൻ വയ്യ. നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനുണ്ടായത് എന്ന് സവിനയം സസന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. സമയം കൂടുതൽ എടുക്കുന്നുണ്ട് എന്നെനിക്കറിയാം, ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന രീതിയിൽ മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. എന്റെ ശാന്ത ടീച്ചർ
ശേഷം വന്ന എച്ച്എമ്മാര് പലരും ഉണ്ട്. രാമകൃഷ്ണ മാഷ് ഇന്ന് വന്നിട്ടില്ല, ലീല ടീച്ചർ വന്നിട്ടില്ല, എന്റെ പുഷ്പ ടീച്ചർ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ ഏറെ സ്നേഹിച്ച പുഷ്പ ടീച്ചർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പ ടീച്ചർ. 9ാം ക്ലാസ്സിൽ എന്നെ ചെർപ്പശ്ശേരി സ്കൂളിൽ പഠിപ്പിച്ച ആൾ കൂടിയാണ് പുഷ്പ ടീച്ചർ. യാദൃച്ഛികമായിട്ടാണ് ഇവിടെ വന്ന് കണ്ടത്. അങ്ങനെ എല്ലാവരും, ഈ പഞ്ചായത്തിലെ മെമ്പർ ഉൾപ്പെടെ എല്ലാവരും സ്നേഹപൂർവ്വം എന്നെ സ്വീകരിച്ചു. ഗാലക്സിയിൽ നിന്നുള്ള ആളുകൾ മറ്റെല്ലാവരും സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചു. എല്ലാവർക്കും ഈ ചേർത്ത് പിടിക്കലിന് നന്ദി പറയുന്നു. വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും, ആരെയെങ്കിലും പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഒരുമിച്ച് 93-ൽ വീടുകൾ തോറും കയറിറങ്ങിയ സുരേഷ് മാഷയും ജയരാജൻ മാഷയും നന്ദിപൂർവ്വം ഓർക്കുന്നു.